ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ മലയാളി നഴ്സസ് യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം BSc നഴ്സിംഗ് പഠിക്കാൻ പോകുമ്പോൾ തന്നെ നമുക്കറിയാം ആ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ ബോധം പോകും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചും നമ്മൾ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളാണ് റെഫർ ചെയ്യേണ്ടതിനെക്കുറിച്ചും ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ, ഞാൻ നഴ്സിംഗ് +2 കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് നഴ്സിങ്ങിന് പോകാനായിട്ട് ഉള്ള അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ സീനിയറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് കണ്ടപ്പോൾ തന്നെ എൻ്റെ ബോധം പോയി. എൻ്റെ ദൈവമേ, 4 വർഷം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു തീർക്കണമല്ലോ എന്നുള്ള പേടിയായിരുന്നു എനിക്ക്. അപ്പോൾ പഠിച്ചു തുടങ്ങിയപ്പോഴത്തേനും ആ പേടിയെല്ലാം മാറി. എന്തായാലും നമ്മളിത് പഠിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു കണ്ടീഷൻ എത്തി. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ +2 കഴിഞ്ഞിട്ട് നമ്മളൊരു വേറൊരു അന്തരീക്ഷം കോളേജ് ലൈഫിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നേരം നമുക്ക് ശരിക്കും ഒന്നാമത് നമ്മൾ ടെൻഷനായിരിക്കും. ഈ ടെക്സ്റ്റ് ബുക്കൊക്കെ കാണുമ്പോഴത്തേനും നമുക്കറിയാം, ദൈവമേ എന്നെക്കൊണ്ട് ഇത് പറ്റുമോ, ഞാനിത് പഠിച്ച് തീരുമോ, എങ്ങനെ ജയിക്കും എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കാണും. കൂടാത്തതിന് നമ്മൾ ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന ഓരോ കുട്ടിയും നമ്മൾ വീട്ടിൽ നിന്ന് +2 വരെ നമ്മളെപ്പോഴും വീട്ടിൽ നിന്ന് പോയി വരുന്ന ഒരാളും ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ, ചില ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്നവരുള്ളൂ. എന്നാൽ ഭൂരിഭാഗം പിള്ളേരും നമ്മൾ +2 കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഹോസ്റ്റൽ ലൈഫിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ആ ഹോസ്റ്റൽ ലൈഫിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഹോം സിക്നെസ് അത് ശരിക്കും ഉണ്ടാവും. ഞാനൊക്കെ നന്നായിട്ട് ഹോം സിക്നെസ് ഉണ്ടായിരുന്ന ആളാണ്. അപ്പം ആ ഹോം സിക്നെസ് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് വേറെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കൂടെ നമ്മൾ ഈ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേനും നമുക്ക് വല്ലാതെ നമ്മൾ ടെൻഷനായി പോകും. സത്യം പറയാലോ, ഞാൻ അനാട്ടമിയിൽ എനിക്ക് ഫസ്റ്റ് ഇയർ ആദ്യത്തെ തവണ എഴുതിയിട്ട് കിട്ടാത്ത ഒരാളാണ് ഞാൻ. ബാക്കി എല്ലാ വിഷയങ്ങളും എനിക്ക് കിട്ടി, പക്ഷേ അനാട്ടമി എനിക്ക് കിട്ടാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ അതെന്താണ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇത് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. പക്ഷേ ഞാനൊക്കെ അന്നത്തെ ആ സമയത്ത് നമ്മൾ ഒരു +2 കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വേറൊരു കോളേജിലേക്കും ലൈഫിലേക്ക് മാറി. അപ്പോൾ അവിടെ നമ്മൾ ഡിഗ്രി വേറെ കോഴ്സുകൾക്ക് പോകുന്ന പോലെ അല്ല, ആർട്സ് കോളേജിലൊക്കെ പോകുന്ന പോലെ അല്ലല്ലോ നമ്മളൊരു നഴ്സിംഗ് പ്രൊഫഷണൽ കോളേജിലേക്ക് ചെല്ലുമ്പോൾ. അപ്പോൾ അവിടുത്തെ ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു ടെൻഷനായി. ഞാൻ ഹോസ്റ്റലിൽ മാറി നിൽക്കേണ്ട അവസ്ഥ വന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ ഒന്നാമത് ടെൻഷനായിരിക്കുന്ന ആ സമയത്ത് നമുക്ക് ഈ ഒരു വിഷയം കാരണം ഞാൻ ആ സമയത്തൊക്കെ, ഇപ്പോൾ എല്ലായിടത്തും എല്ലാം ഇംഗ്ലീഷ് മീഡിയമാണ്, പക്ഷെ ഞാനൊക്കെ മലയാളം മീഡിയത്തിൽ നിന്ന് പഠിച്ച് ചെന്നവരാണ്. +1 +2 മാത്രമാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്, അല്ലാതെ ഫുള്ള് നമ്മൾ മലയാളമാണ് പഠിച്ചിട്ട് ചെല്ലുന്നത്. ആ സമയത്ത് എനിക്കൊക്കെ കുറേ ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ആദ്യമായിട്ട് ഇതൊക്കെ കാണുമ്പോൾ പഠിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികളെ അപേക്ഷിച്ച് എല്ലാം ഇംഗ്ലീഷ് ഇതിൽ പഠിച്ച് ചെന്നിട്ട് പഠിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. ആദ്യമായിട്ട് ഈ പുസ്തകങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച പോലെ കാണാതെ പഠിക്കുകയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമുക്കിവിടെ പഠിക്കുമ്പോഴത്തേനും നമ്മൾ ഈ തിയറി മാത്രമല്ല പഠിക്കുന്നത്, നമ്മൾ പ്രാക്ടിക്കലും പഠിക്കും. പ്രാക്ടിക്കൽ പഠിക്കുമ്പോഴത്തേനും തന്നെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ കണ്ട് മനസ്സിലാക്കുമ്പോഴത്തേനും നമുക്ക് അത് കൂടുതലായിട്ട് ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് കൂടുതലായിട്ടൊന്നും നമുക്ക് ഈ കാണാപ്പാഠം പഠിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ആരും ടെൻഷൻ ആവണ്ട. അപ്പം ഞാൻ പഠിച്ച ടെക്സ്റ്റ് ബുക്കുകളോ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും പറയാനാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും അറിയാലോ, ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് ഞാൻ 2012 ബാച്ചാണ് BSc നഴ്സിംഗ്. ഞാൻ കേരളത്തിൽ തന്നെ പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ ഫസ്റ്റ് ബാച്ചായിരുന്നു ഞങ്ങൾ. ആ സമയത്ത് ഞങ്ങൾക്ക് സെമിസ്റ്റർ അല്ലായിരുന്നു, ഇയർലി ബേസ് ആയിരുന്നു. 4 ഇയർ കോഴ്സ് ഇയർലി ബേസ്ഡ് ആയിരുന്നു എക്സാം വന്നുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ അറിയാം, സിലബസ് ആകെ മാറി. അപ്പോഴത്തേനും അതിനകത്ത് സെമിസ്റ്റർ വൈസാണ് എക്സാം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെമിസ്റ്റർ വൈസാണ് ഞാൻ ഇന്നിവിടെ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളാണ് ഞാൻ യൂസ് ചെയ്തേ, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ഡെഫിനറ്റായിട്ടും BSc നഴ്സിംഗ് കോളേജിൽ നമുക്ക് ലൈബ്രറി ഉണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ നമ്മൾ വാങ്ങിക്കത്തുള്ളൂ, പൈസ കൊടുത്ത് നമ്മൾ നമ്മുടേതായി വാങ്ങിക്കത്തുള്ളൂ. ബാക്കി എന്നാൽ ഈ ഒരു പുസ്തകം കൊണ്ട് നമുക്ക്
മുഴുവനായിട്ടും പഠിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ മിക്കവാറും ലൈബ്രറിയിൽ നിന്ന് റെഫർ ചെയ്തായിരുന്നു എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കുട്ടികൾക്കൊന്നും പുസ്തകമേ മേടിച്ചിട്ടില്ലാത്ത പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു 90% മാർക്ക് സ്കോർ ചെയ്യാനുള്ള കാര്യങ്ങളും ക്ലാസ്സിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ബാക്കിയുള്ള 10% മാത്രമാണ് നമ്മൾ പുസ്തകങ്ങൾ റെഫർ ചെയ്തു. കാരണം നമ്മൾക്ക് വേണ്ടി നോട്ട് പ്രിപ്പയർ ചെയ്യാൻ ടീച്ചേഴ്സ് നമ്മൾ റെഫർ ചെയ്യും, നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം അല്ലാതെ കൂടുതൽ പുസ്തകങ്ങളെല്ലാം റെഫർ ചെയ്താണ് നോട്ടുകളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവരത് പഠിപ്പിക്കുമ്പോഴത്തേനും നമ്മൾക്ക് ഒരു 90% കാര്യങ്ങളും നമുക്ക് ആ നോട്ടിൽ അവരുടെ ക്ലാസ്സിൽ നിന്നും നോട്ടിൽ നിന്നും നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ആണ് ഞാൻ പറഞ്ഞത്, ഈ പുസ്തകം കണ്ട് ആരും ഭയപ്പെടേണ്ട ഒരാവശ്യവും ഇല്ല. അപ്പം നമുക്ക് സിലബസ് വൈസ് ഞാൻ പറയാം. ഫസ്റ്റ് ഇയർ ഞാൻ പഠിച്ച കാര്യങ്ങൾ ഏതൊക്കെ ടെക്സ്റ്റ് ഉപയോഗിച്ചാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ഞാൻ പറയും. ഫസ്റ്റ് ഇയറിൽ നമുക്കറിയാം, ഫസ്റ്റ് സെമസ്റ്റർ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത് ഫൗണ്ടേഷൻസ് ഓഫ് നഴ്സിംഗ്, അപ്ലൈഡ് ഫിസിയോളജി, അപ്ലൈഡ് സോഷ്യോളജി, പിന്നെ എന്താണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ഫസ്റ്റ്. പിന്നെ നമ്മൾ പഠിക്കുന്നത് അനാട്ടമി, അപ്ലൈഡ് അനാട്ടമി ആൻഡ് അപ്ലൈഡ് ഫിസിയോളജി, സോഷ്യോളജി, സൈക്കോളജി, ന്യൂട്രീഷൻ ആൻഡ് ബയോകെമിസ്ട്രി ആൻഡ് ഓൾസോ ഫൗണ്ടേഷൻസ് ഓഫ് നഴ്സിംഗ്. പിന്നെ നമുക്ക് മാൻഡേറ്ററി മൊഡ്യൂളായിട്ട് അവർ തന്നിരിക്കുന്നത് ഫസ്റ്റ് എയ്ഡാണ്. ഇത്രയത്തിനും നമ്മൾ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളാണ് റെഫർ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ഈ പുസ്തകം വാങ്ങിച്ച് നിങ്ങളുടെ കയ്യിൽ വെക്കുക. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരൊറ്റ ടെക്സ്റ്റ് ബുക്കെങ്കിലും ഒരു വിഷയത്തിനൊരു ടെക്സ്റ്റ് ബുക്കെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സീനിയേഴ്സ് ആണെങ്കിലും ഉണ്ടെങ്കിൽ അവർ പഠിച്ച പുസ്തകങ്ങൾ അവരോട് വാങ്ങിച്ചിട്ട് നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ അവർക്ക് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് റെഫർ ചെയ്യണമെങ്കിലോ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ വീട്ടിൽ നമുക്കൊരു 2 ആഴ്ച സ്റ്റഡി ലീവിനോ എന്തെങ്കിലും വന്നിരിക്കുകയാണ്, ആ സമയത്ത് മാത്രമേ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കുകളുടെ ആവശ്യം വരുന്നുള്ളൂ. ആ സമയത്തായാലും ആരോടെങ്കിലും ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വാങ്ങിച്ചാലും മതി, അല്ലാതെ പൈസ കൊടുത്ത് വാങ്ങിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്ന അപ്ലൈഡ് അനാട്ടമി. എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള ഒരു വിഷയം എന്ന് തോന്നിയത് അനാട്ടമി ആണ്. പക്ഷേ അനാട്ടമി ഒരു പ്രാവശ്യം സപ്ലിമെൻ്ററി എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെയൊക്കെ എഴുതിയാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അനാട്ടമി എങ്ങനെയാണ് പാസ്സാകേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുന്നവർക്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കാണുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അപ്ലൈഡ് അനാട്ടമിയിൽ ഞാൻ എൻ്റെ കയ്യിലിരുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ആശലതയുടെ ഒരു പുസ്തകമാണ് എൻ്റെ കയ്യിലിരുന്നത്. PR ആശലത എന്ന് പറയുന്ന ഒരു റൈറ്ററിൻ്റെ പുസ്തകമാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതെന്ന് പറയുന്നത് നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ്. കാരണം അതിന് എല്ലാ കാര്യങ്ങളും നമുക്ക്, അനാട്ടമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരഭാഗത്തിലെ ഓരോ അവയവങ്ങളെക്കുറിച്ചും പഠിക്കുന്ന ഓരോ ഓർഗൻസിനെ കുറിച്ചും പഠിക്കുന്ന ഒരു ഇതാണ് അനാട്ടമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓർഗൻസ്, അതിൻ്റെ ഓരോരോ ഡിവിഷൻസ് ആയിട്ടുള്ള പടങ്ങൾ കാര്യങ്ങൾ എല്ലാം നല്ല കളർഫുള്ളായിട്ട് ഈ PR ആശാലത എന്ന് പറയുന്ന റൈറ്ററിൻ്റെ പുസ്തകത്തിൽ നന്നായിട്ട് വിവരിച്ച് എഴുതിയിട്ടുണ്ട് അവർ. അതുകൂടാതെ ഞാൻ ലൈബ്രറിയിൽ നിന്ന് റെഫർ ചെയ്ത ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ BD ചൗരസ്യ എന്ന് പറഞ്ഞ ഓതറിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കാണ്. BD ചൗരസ്യയുടെ പുസ്തകം എവിടെ നോക്കിയാലും നമ്മൾ അനാട്ടമിയുടെ ഏത് നോട്ട് പ്രിപ്പയർ ചെയ്താലും അതിൽ റെഫറൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും റെഫറൻസിൽ ഒന്നാമത് നിൽക്കുന്ന ഒരു കാര്യമാണ് BD ചൗരസ്യ എന്ന് പറയുന്ന റൈറ്ററിന്. ആ പുസ്തകം എനിക്ക് നല്ല ഹെൽപ്ഫുള്ളായിട്ടുണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാനും. അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കും, നമ്മുടെ പടം വരയ്ക്കാനുള്ളത് മാത്രം ഞാൻ പുസ്തകത്തിൽ റെഫർ ചെയ്ത് എന്തെങ്കിലും വരയ്ക്കും. എന്നല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ടീച്ചേഴ്സിന് നോട്ട് തന്നെ ലെക്ചറായിട്ട് പെട്ടെന്ന് എഴുതിയെടുക്കുക. പിന്നെ നമ്മൾ പുസ്തകം നോക്കിയിട്ട് അതിൻ്റെ ഒരു ഷോർട്ട് നോട്ട് പോലെ അല്ലെങ്കിൽ ഒരു എസ്സേ പോലെ ഒക്കെ നമ്മൾ നോട്ടുണ്ടാക്കും. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൂടാതെ ഇപ്പോൾ 2 പുസ്തകങ്ങളാണ് ഞാൻ പറഞ്ഞത്, PR ആശാലത ആൻഡ് BD ചൗരസ്യ. അതുകൂടാതെ ഒരു പുസ്തകം എന്ന് പറയുന്നത് റോസാൻ വിൽസൻ്റെ ഒരു പുസ്തകമുണ്ട്. അത് വലിയൊരു ടെക്സ്റ്റ് ബുക്കാണ്. അത് കണ്ടാൽ നമുക്ക് പേടിയാവും, പക്ഷേ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിരിക്കും. അപ്പം ഞാൻ ഈ സ്ക്രീനിൽ ഈ 3 പുസ്തകത്തിൻ്റെയും കവർ പേജ് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോഴത്തേനും നിങ്ങൾക്കത് കാണിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ അപ്ലൈഡ് ഫിസിയോളജിക്കകത്ത് എനിക്ക് കൂടുതലായിട്ട് നല്ലതാണെന്ന് തോന്നിയതും ആശാലതയുടെ ഒരു പുസ്തകമുണ്ട്. അത് അനാട്ടമി ആൻഡ് ഫിസിയോളജി ഒരുമിച്ചുള്ള പുസ്തകമാണ്. ഇത്
ആശാലതയുടെ അനാട്ടമി ആൻഡ് ഫിസിയോളജി, ഇസെൻഷ്യൽസ് ഓഫ് അനാട്ടമി ആൻഡ് ഫിസിയോളജി ഫോർ നഴ്സസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം നല്ലൊരു പുസ്തകമാണ്. അതുകൂടാതെ നമ്മുടെ ഫിസിയോളജിക്ക് മാത്രമായിട്ട് നല്ല വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന, നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല റൈറ്റിങ്ങിൽ എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് പുസ്തകം വായിക്കാൻ തോന്നും. അങ്ങനെ ഒരു പുസ്തകമാണ് നമ്മുടെ ശംഭുലിംഗം, കെ ശംഭുലിംഗത്തിൻ്റെ ഒരു പുസ്തകം. ആ പുസ്തകം ഫിസിയോളജി പഠിച്ചപ്പോഴത്തേനും നമുക്ക് നന്നായിട്ട്, ഫിസിയോളജിക്കകത്ത് നമ്മൾ പഠിക്കുന്ന മെക്കാനിസംസ് ആണ് ഫുള്ള്. ഇപ്പോൾ അനാട്ടമിക്കകത്ത് ഓരോ അവയവങ്ങളുടെ കാര്യങ്ങളും അതിൻ്റെ പൊസിഷനും അതെവിടെ ഇരിക്കുന്നു, ശരീരത്തിൽ എവിടെ ഇരിക്കുന്നത്, അതിൻ്റെ അങ്ങോട്ടേക്കുള്ള സപ്ലൈസ്, ബ്ലഡ് സപ്ലൈ എങ്ങനെയാണ്, ആർട്ടീരി സപ്ലൈ, വീനസ് സപ്ലൈ, നെർവ് സപ്ലൈ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അനാട്ടമിയിൽ പഠിക്കുന്നത്. എന്നാൽ ഫിസിയോളജിയിൽ വരുമ്പോഴത്തേനും ഇതെങ്ങനെയാണ് ഈ അവയവം പ്രവർത്തിക്കുന്നത്, അപ്പോൾ ഹേർട്ടിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഹേർട്ട് പമ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ലങ്സ് ആണെങ്കിൽ ഓക്സിജൻ പമ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്ന ഫിസിയോളജിയിൽ. ഈ ഫിസിയോളജിയിൽ ഈ കെ ശംഭുലിംഗത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വളരെ എനിക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ്. അതേപോലെ തന്നെ അനാട്ടമിയിലും ഞാൻ ഇച്ചിരി വീക്കായിരുന്നെങ്കിലും ഫിസിയോളജിയിൽ കെ ശംഭുലിംഗത്തിൻ്റെ പുസ്തകം പഠിച്ചിട്ട് എനിക്ക് നല്ലതായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് സോഷ്യോളജി, സൈക്കോളജിയാണ്. അപ്ലൈഡ് സോഷ്യോളജി ആൻഡ് സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം നമ്മൾ അതിൽ നിന്ന്, അത് ടീച്ചേഴ്സിൻ്റെ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ ലെക്ചർ നോട്ടുകൾ എഴുതുക, അതിൻ്റെ മെയിൻ പോയിൻ്റ് മാത്രം നമ്മൾ എഴുതി വെക്കുക. അതിനുശേഷം നമ്മൾ ആ ടീച്ചർ എന്താണോ പഠിപ്പിക്കുന്നത് അത് കേട്ടിരിക്കുക, എന്നിട്ട് നമ്മൾ തള്ളി മറിക്കുക അങ്ങോട്ട്. അതാണ് സോഷ്യോളജി ആൻഡ് സൈക്കോളജി എക്സാം എഴുതുമ്പോൾ എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ സോഷ്യോളജി എന്ന സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നമുക്കറിയാം, എന്തെങ്കിലും നമ്മളൊരു എസ്സേ എന്തെങ്കിലും എഴുതുമ്പോഴത്തേനും നമുക്ക് നല്ലതായിട്ട് തള്ളി മറിക്കാൻ അറിയുമെങ്കിൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ തള്ളാവുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം മെയിനായിട്ടുള്ള ടോപ്പിക്ക് മാത്രം നമ്മൾ പഠിച്ചു വെക്കുക, അതിൽ നിന്ന് നമുക്ക് എലാബറേറ്റ് ചെയ്തിട്ട് നമുക്കതൊരു പാരഗ്രാഫായിട്ട് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. സോഷ്യോളജി, സൈക്കോളജിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവാലുവേറ്റേഴ്സ് മെയിൻ പോയിൻറ്റ്സ് മാത്രമേ നോക്കുള്ളൂ, അതിനകത്ത് എന്നാ എഴുതിയേക്കുന്നതെന്നുള്ളത് അവർ നോക്കാൻ പോകാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മെയിനായിട്ടുള്ള പോയിൻറ്റ്സ്, അപ്പോൾ സോഷ്യോളജി തന്നെ നമുക്ക് പറയാം സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററുണ്ട്. ആ സൊസൈറ്റി എന്താണ്, സൊസൈറ്റിയിൽ വരുന്ന ഓരോ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളത് നമ്മൾ ആ ഹെഡിങ് മാത്രം പഠിച്ച് വെച്ചിട്ട് അതിനകത്തുനിന്ന് എലാബറേറ്റ് ചെയ്ത് എഴുതിയാൽ നമുക്ക് ഒരു കുഴപ്പമില്ല, നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അപ്ലൈഡ് സോഷ്യോളജിക്ക് ഞാൻ റെഫർ ചെയ്തൊരു പുസ്തകം എന്ന് പറഞ്ഞാൽ KP നീരജയുടെ ഇസെൻഷ്യൽസ് ഓഫ് സോഷ്യോളജി ഫോർ നഴ്സസ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ റെഫർ ചെയ്തത്. അത് നല്ലൊരു ടെക്സ്റ്റ് ബുക്കായിട്ടാണ് തോന്നിയത്. എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു പോയിൻറ്റ്സ് വൈസായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പോയിൻറ്റ്സിൻ്റെ അടിയിൽ തന്നെ, മെയിൻ പോയിൻറ്റ്സിൻ്റെ അടിയിൽ തന്നെ ഓരോ പാരഗ്രാഫായിട്ട് തന്നെ എന്നാണ് എഴുതുന്നത്. അത് ഒട്ടും നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ പോയിൻറ്റ്സ് മാത്രം നമ്മളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. അത് കഴിയുമ്പോഴത്തേനും നമ്മൾക്ക് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് എക്സാമിന് വരുമ്പോഴത്തേനും അത് എഴുതാൻ പറ്റും. അതാണ് സോഷ്യോളജിയുടെ കാര്യം. സൈക്കോളജിയുടെ കാര്യം അതേപോലെ തന്നെ. സൈക്കോളജിക്ക് ഞാൻ പഠിച്ചത് R. ശ്രീവാണി എന്ന് പറയുന്ന റൈറ്ററിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. R. ശ്രീവാണി. അതും നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ടെക്സ്റ്റ് ബുക്കാണ്. ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ കവർ പേജ് ഞാനിവിടെ കൊടുക്കാം. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഈ ടെക്സ്റ്റ് ബുക്ക് ഒരു നല്ലതാണെന്ന്. അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ മറിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം. അതും പോയിൻറ്റ്സായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ബ്രീഫായിട്ട് ഓരോ ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തേക്കുക. അതിപ്പോൾ നമ്മുടെ ആ ലെറ്റേഴ്സ് കണ്ടാൽ തന്നെ നമുക്കത് വായിക്കാൻ തോന്നും. അതൊരു കളർഫുള്ളായിട്ടൊരു ടെക്സ്റ്റ് ബുക്കാണ്. അത് നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ്. ഞാൻ റെഫർ ചെയ്ത ഒരേ ഒരു ടെക്സ്റ്റ് ബുക്ക് സൈക്കോളജിക്ക് R. ശ്രീവാണിയുടെ ടെക്സ്റ്റ് ബുക്കാണ്. അതുകൂടാതെ അടുത്ത സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ന്യൂട്രീഷൻ ആൻഡ് ബയോകെമിസ്ട്രിയാണ്. ബയോകെമിസ്ട്രി ഇച്ചിരി ഉള്ളൊരു, നമുക്ക് കെമിസ്ട്രി ഇഷ്ടമുള്ളവർക്ക് മാത്രം ഒരു ഇച്ചിരി ഈസി ആയിട്ടുള്ള സബ്ജക്റ്റാണ്. പക്ഷേ ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾക്ക് കെമിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പഠിക്കാനായിട്ട് ഈസി ആയിരിക്കും. എന്നാൽ ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്ന പുസ്തകം എന്ന് പറയുന്നത് ന്യൂട്രീഷൻ ആൻഡ് ബയോകെമിസ്ട്രി ജേക്കബ് അന്തിക്കാടിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കുണ്ട്. ആ ടെക്സ്റ്റ് ബുക്ക് നല്ല എഫക്റ്റീവാണ്, നമുക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. അതും കളർഫുള്ളായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്. അതുകൂടാതെ നല്ല കളർഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്ത് ഇത് ചെയ്തിരിക്കുന്ന ഒരിതാണ്.
ദർശൻ സോഹിയുടെ ഒരു ബയോകെമിസ്ട്രിയുടെ ന്യൂട്രീഷൻ ആൻഡ് ബയോകെമിസ്ട്രിയുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതിനായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പോഷകാഹാരങ്ങളും അതിൻ്റെ കാര്യങ്ങളും അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഓരോ ഫുഡ് മെറ്റീരിയൽസിൻ്റെയും എല്ലാം ഇത് കളർഫുള്ളായിട്ട് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് അതൊന്ന് വായിക്കാനും അതൊന്നെടുത്ത് നോക്കാനും തോന്നും. അപ്പം ദർശൻ സോഹിയുടെ ആ ടെക്സ്റ്റ് ബുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് നിങ്ങൾക്ക്. അത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഇതല്ല എന്നിരിക്കട്ടെ, എങ്കിലും നിങ്ങൾ റെഫർ ചെയ്യേണ്ട ഒരു ടെക്സ്റ്റ് ബുക്കാണ് ദർശൻ സോഹിയുടെ ഈ ന്യൂട്രീഷൻ ആൻഡ് ബയോകെമിസ്ട്രിയുടെ ആണെങ്കിലും നമുക്ക് ഓരോ സൈക്കിൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കണമെങ്കിൽ അതിങ്ങനെ ആരോ ഇട്ട് അടയാളപ്പെടുത്തി ആ ആരോയ്ക്ക് ഓരോ കളറ് കൊടുത്ത് അങ്ങനെയൊക്കെയുള്ളൊരു ടെക്സ്റ്റ് ബുക്കാണ് ഈ ദർശൻ സോഹിയുടെ ന്യൂട്രീഷൻ ആൻഡ് ബയോകെമിസ്ട്രിയുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പുസ്തകമാണ്. അത് നല്ല ടെക്സ്റ്റ് ബുക്കാണ്. നമുക്ക് നല്ലതായിട്ട് ഈ എക്സാമിന് നമ്മൾ ബയോകെമിസ്ട്രി, അനാട്ടമി ആ 2 എക്സാമിന് നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അനാട്ടമിക്ക് ഏത് ഓർഗനെക്കുറിച്ചാണ് ചോദിക്കുന്നത് ആ ഓർഗൻ്റെ നമ്മൾ ഓരോ ഇതിലുള്ള പിക്ചേഴ്സ് വരയ്ക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ബയോകെമിസ്ട്രിക്ക് നമ്മൾ ഓരോ സൈക്കിൾസ് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ആരോ ഇട്ട് മാർക്ക് ചെയ്ത് ഓരോ കളേഴ്സിൽ നമ്മൾ വരയ്ക്കുന്നതായിരിക്കും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് എളുപ്പം. ഈ 2 വിഷയങ്ങൾക്ക് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പിക്ചേഴ്സ് അല്ലെങ്കിൽ ഡയഗ്രാംസ് നിർബന്ധമായിട്ട് നമ്മുടെ ആൻസർ ഷീറ്റിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു ടെക്സ്റ്റാണ് ദർശൻ സോഹിയുടെ ഇസെൻഷ്യൽസ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ബയോകെമിസ്ട്രി എന്ന് പറയുന്ന പുസ്തകം. അതുകൂടാതെ നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന ഒരു വിഷയമാണ് ഫൗണ്ടേഷൻസ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻസ് ഓഫ് നഴ്സിങ്ങിനകത്ത് ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഞാൻ കോളേജിൽ നിന്നും ഞങ്ങൾക്ക് അവർ പ്രിഫർ തന്ന ഒരു പുസ്തകമാണ് പോട്ടർ ആൻഡ് പെറിയുടെ ഒരു പുസ്തകം. ആ പുസ്തകം നല്ല ഹെൽപ്ഫുള്ളാണ്. അതെന്ന് പറഞ്ഞാൽ ഇത്രയും വലിപ്പമുണ്ട് അതിന്, ഞാൻ പറയാം ഇത്രയും കട്ടി കാണും അതെന്ന് പറയുന്നത്. പക്ഷേ അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അത് കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മളത് മറിച്ച് നോക്കുമ്പോഴാണെങ്കിലും നമ്മൾക്ക് ഈച്ച് ആൻഡ് എവരി നമുക്ക് തിയറിക്കും പ്രാക്ടിക്കൽസിനും ഒരേപോലെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് പോട്ടർ ആൻഡ് പെറിയുടെ ഫൗണ്ടേഷൻസ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്ന പുസ്തകം. അതേപോലെ തന്നെ ഫൗണ്ടേഷൻസ് ഓഫ് നഴ്സിംഗിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വോളിയായിട്ട് സിസ്റ്റർ നാൻസി എന്ന് പറയുന്ന ഒരു റൈറ്ററിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കുണ്ട്. അത് നമുക്ക് ഈ ക്ലിനിക്സിലൊക്കെ പോകുമ്പോഴേക്കും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ്. അതെന്ന് പറയുന്നത് നമ്മൾ ക്ലിനിക്സിൽ പോകുമ്പോഴത്തേനും നമുക്ക് കൊണ്ടുപോകാം. അതിനകത്ത് പ്രൊസീജിയേഴ്സ് അതിൻ്റെ ഓരോ ആർട്ടിക്കിൾസ് നീഡിട്ട് പ്രൊസീജിയർ വൈസ് ഓരോ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ റെഫർ ചെയ്ത ഒരു പുസ്തകമാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പോട്ടർ ആൻഡ് പെറിയുടെ പുസ്തകമായിരുന്നു. അതുകൂടാതെ ഞാൻ ലൈബ്രറിയിൽ നിന്ന് റെഫർ ചെയ്തതോ പിന്നെ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതുമായിട്ടുള്ള പുസ്തകം സിസ്റ്റർ നാൻസിയുടെ ടെക്സ്റ്റ് ബുക്കായിരുന്നു. അതേപോലെ നമ്മൾ ഐ ക്ലമൻറ്റിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കും കൂടിയുണ്ട്, ഫൗണ്ടേഷൻസ് ഓഫ് നഴ്സിംഗും. അതും നിങ്ങൾക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നല്ല സഹായിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ്. അതും ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയാണ്. ഇതൊന്നും നിങ്ങൾ കാശ് കൊടുത്ത് നിങ്ങളുടെ കയ്യിൽ വാങ്ങിച്ച് വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ക്ലാസ്സിൽ നമുക്ക് എന്തായാലും പ്രൊസീജിയർ വൈസ് ആണെങ്കിലും ഡെമോൺസ്ട്രേഷനൊക്കെ കാണിച്ചു തരും. അപ്പോൾ നമ്മൾക്ക് ഇതൊന്നും കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ പിന്നെ ക്ലിനിക്കൽ സെറ്റിങ്സിൽ പോകുമ്പോഴും നമ്മൾ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. അതുകൂടാതെ നമ്മുടെ ക്ലാസ്സിലെ ടീച്ചറിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് ലെക്ചർ നോട്ട് എഴുതി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരു 90% നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കിട്ടും. അതുകൂടാതെ നമ്മൾ ജസ്റ്റ് ലൈബ്രറി പോയിട്ട് റെഫർ ചെയ്യേണ്ട പുസ്തകങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വാങ്ങിച്ച് വെക്കുക. അപ്പോൾ ഫൗണ്ടേഷൻസ് ഓഫ് നഴ്സിംഗ് നിങ്ങൾ വാങ്ങിക്കേണ്ട പുസ്തകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു പുസ്തകമാണെങ്കിൽ നമ്മൾ പോട്ടർ ആൻഡ് പെറിയുടെ ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതുകൂടാതെ നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് സെമസ്റ്ററോ സെക്കൻഡ് സെമസ്റ്ററിലായിട്ട് വരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ട്. ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത് കെ പാർക്ക് എന്ന് പറയുന്ന ഒരു റൈറ്ററിൻ്റെ പുസ്തകമാണ്. കെ പാർക്കിൻ്റെ പുസ്തകം നല്ലതാണ്. അത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സെക്കൻഡ് ഇയറിനും ഫോർത്ത് ഇയറുമാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ പഠിച്ചിരുന്ന ഒരു പുസ്തകമാണ് കെ പാർക്കിൻ്റെ പുസ്തകം എന്ന് പറയുന്നത്. ഈ പുസ്തകം നല്ല എഫക്റ്റീവാണ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ആ പുസ്തകത്തിലുണ്ട്. ഞാൻ ഒരേ ഒരു പുസ്തകമാണ് അതിനകത്ത് റെഫർ ചെയ്തത്. അതാണ് കെ പാർക്കിൻ്റെ പ്രിവെൻറ്റീവ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക്.
ആ ടെക്സ്റ്റ് ബുക്ക് നല്ല യൂസ്ഫുള്ളാണ് എല്ലാവർക്കും. അപ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ഞാൻ പഠിച്ച പുസ്തകമാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ റെഫർ ചെയ്തിട്ട് നോട്ട് ഉണ്ടാക്കുക. അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മളിപ്പോൾ ഈ നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓരോ വിഷയവും ഓരോ ദിവസവും ഓരോന്ന് എടുക്കുമ്പോഴത്തേനും നമ്മൾ നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ആ പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന നോട്ടുകൾ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾക്ക് എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ ആ നോട്ടൊന്ന് ജസ്റ്റ് മറിച്ച് നോക്കുമ്പോഴേ നമ്മൾ തന്നെ റെഫർ ചെയ്ത് നമ്മൾ തന്നെ എഴുതുന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് നമുക്കത് ഗ്രാസ്പ് ചെയ്ത് എക്സാമിന് വരുമ്പോഴാണല്ലോ ഈ നോട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് പോയാൽ തന്നെ നമുക്കത് ഫുള്ള് ഡീറ്റെയിൽസ് എഴുതാൻ പറ്റും. അപ്പോൾ പ്രിവെൻറ്റീവ് മെഡിസിൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ അതാണ് കെ പാർക്കിൻ്റെ പുസ്തകമാണ് ഞാൻ യൂസ് ചെയ്തത്. അതുകൂടാതെ നമുക്ക് മാൻഡേറ്ററി മൊഡ്യൂളായിട്ടുള്ള ഒരു കാര്യമാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എയ്ഡിന് നമുക്ക് യൂണിവേഴ്സിറ്റി തലത്തിൽ ഒരു എക്സാമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന ഒരു വിഷയമാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ജനറൽ സയൻസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. ഇതിനൊന്നും നമുക്ക് യൂണിവേഴ്സിറ്റി തലത്തിൽ ഒരു എക്സാം ഇല്ല. പക്ഷേ നമ്മൾക്ക് കോളേജ് വൈസ് എക്സാം വരും. അതിൻ്റെ മാർക്ക് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് അവർ അയച്ചു കൊടുക്കും. അങ്ങനെ എന്തൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോഴേക്കും ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ നമ്മൾ വേറൊന്നുമില്ല. നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ള കാര്യങ്ങളും അങ്ങനത്തെയുള്ള അതായത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് ഒരു ടീച്ചർ വന്നിട്ടായിരിക്കും നമുക്ക് ആ ക്ലാസ് എടുക്കുന്നത്. ആ ക്ലാസ് ഒന്ന് കേട്ടിരിക്കുക, അതിൻ്റെ ലെക്ചർ നോട്ട് എഴുതിയെടുക്കുക. അത് പുസ്തകങ്ങൾ റെഫർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം നമുക്കത് ഗ്രാമർ അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ജനറൽ സയൻസിൽ നമ്മൾ പറയുന്നത് നമ്മൾ നമ്മളെ +2 പഠിച്ച കാര്യങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മുടെ +2ൻ്റെ പഴയ ടെക്സ്റ്റ് ബുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ മതിയാകും. നമ്മളത് ജസ്റ്റ് ക്ലാസ്സിൽ നോട്ട് എഴുതിയെടുക്കുക, അത് മാത്രമേ ഉള്ളൂ. അത് എക്സാമിന് കൂടുതലായിട്ടൊന്നും അതിനകത്ത് നമ്മൾ ചോദിക്കത്തില്ല. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എയ്ഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ ഐ ക്ലെമൻറ്റിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അത് നമുക്ക് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് മാൻഡേറ്ററി മൊഡ്യൂളായിട്ടുള്ളത്. അത് നമ്മൾ ഐ ക്ലെമൻറ്റിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്ക് എമർജൻസി സിറ്റുവേഷൻസിൽ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത്, അതേപോലെ നമ്മുടെ അത് കൂടുതലായിട്ടും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് പ്രാക്ടിക്കൽസിന് വേണ്ടിയിട്ടാണ്. നമ്മൾ മറ്റേ ഈ ബാൻഡേജ് ചുറ്റുന്നത് എങ്ങനെയാണ്, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് കൂടുതലൊരു 90% അത് പ്രാക്ടിക്കൽ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്പൈക്ക മോഡൽ ബാൻഡേജ് കെട്ടുന്നത്, അങ്ങനത്തെയുള്ള ഫ്രാക്ചറിന് ബാൻഡേജ് കിട്ടുന്നത്, ഓരോ ടൈപ്പ് ഫ്രാക്ചേഴ്സിനും ഏതുപോലത്തെ ബാൻഡേജ് കിട്ടുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതുപോലത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്ററിൽ നമുക്ക് വരുന്നത്. ഫസ്റ്റ് ഇയർ 1 ഇയർ നമുക്ക് നഴ്സിംഗ് പഠിക്കാനുള്ളത്. നമ്മൾ ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്ററിൽ നമ്മൾ പഠിക്കുമ്പോഴത്തേനും ഇതിനകത്ത് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഫസ്റ്റ് സെമസ്റ്ററിൽ മാത്രമല്ല യൂസ് ചെയ്യുന്നത് കേട്ടോ. സെക്കൻഡ് സെമസ്റ്ററിൽ നമ്മൾക്ക് ഇതേ ടെക്സ്റ്റ് ബുക്കുകൾ തന്നെ മാത്രം മതിയാകും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പഠിച്ച എനിക്ക് നല്ലതാണെന്ന് തോന്നിയ റെഫർ ചെയ്ത് നോട്ടുകൾ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതും നമുക്ക് വായിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നതുമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അനാട്ടമി എക്സാമിന് നമുക്ക് എങ്ങനെ പാസ്സാകാമെന്നുള്ള ഒരു വീഡിയോ. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണേണ്ടവർക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. കാരണം എല്ലാവരും പറയുന്ന ഒരു ടഫായിട്ടുള്ള വിഷയമാണ് അനാട്ടമി എന്ന് പറയുന്നത്. അതെങ്ങനെ പാസ്സാകാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണേണ്ടവർക്ക് അത് കാണാം. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് 3rd and 4th സെമസ്റ്ററിലെ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളാണ് വേണ്ടത്, ഏതൊക്കെയാണ് ഞാൻ റെഫർ ചെയ്തിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണെന്നുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ കൂടുതൽ ലെങ്തായി പോകുന്നതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോയിൽ ഒതുക്കുന്നത്. നമുക്ക് അടുത്ത ദിവസം ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ താങ്ക് യു, ബൈ ബൈ. എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോസ് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഹെൽപ്ഫുൾ ആയില്ല എങ്കിലും കൂടുതൽ കൂട്ടുകാർക്കൊക്കെ അവർക്ക് എന്തെങ്കിലും പുസ്തകങ്ങൾ ഏതാ റെഫർ ചെയ്യേണ്ടതെന്നൊക്കെ ഡൗട്ടുള്ളവർക്കൊക്കെ ഇത് സഹായിക്കും. അപ്പോൾ ഒന്നുകൂടെ പറയുവാണ്, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.